all, this is me Hiba Farooq on behalf of Skillbus. ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പലർക്കും ഉള്ള ചോദ്യമാണ് എങ്ങനെ ഇത് സംസാരിക്കാൻ കഴിയുമെന്നുള്ളത്. ഹൗ കെൻ ഐ സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി? വാട്ട് ഡു ഐ നീഡ് ടു ഡു ടു സ്പീക്ക് ഇംഗ്ലീഷ്? ഇങ്ങനെ പല ചോദ്യങ്ങളും നമുക്ക് ഉണ്ടാകാറുണ്ട് അല്ലേ. നൗ ടോക്കിംഗ് അബൌട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ്, നമുക്കറിയാം ഓൺ എ ഗ്ലോബൽ ലെവൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈസ് കൺസിഡേർഡ് ലൈക്ക് എ കോമൺ ലാംഗ്വേജ്. നമ്മൾ നാട്ടിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ ആരോട് സംസാരിക്കുകയാണെങ്കിലും വി വിൽ ട്രൈ ഫസ്റ്റ് ടു ടോക്ക് ഇൻ ഇംഗ്ലീഷ് അല്ലേ, ബിക്കോസ് വി നോ സം വേർഡ്സ് ആൻഡ് വി നോ സം തിങ്സ് ടു കമ്മ്യൂണിക്കേറ്റ് ദം ടു ഇൻ ഇംഗ്ലീഷ്. നമ്മൾ ചിലപ്പോൾ ഒരു പ്രോ സ്പീക്കർ ഒന്നും ആയിരിക്കണമെന്നില്ല, ബട്ട് സ്റ്റിൽ വി വുഡ് ട്രൈ ടു കമ്മ്യൂണിക്കേറ്റ് വാട്ട് എവർ ഇറ്റ് ഇസ് ഇൻ ഇംഗ്ലീഷ്. ദാറ്റ് ഈസ് ബിക്കോസ് വി ഹാവ് സം assurance that the person who is receiving my message will also understand the English that I speak in. കാരണം നമ്മൾ ഏതൊരു ലോകത്തിൻ്റെ ഏതൊരു ഭാഗത്ത് പോവുകയാണെങ്കിലും വി നോ പീപ്പിൾ വിൽ ബി ദെയർ ഹു നോ അറ്റ്ലീസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഇംഗ്ലീഷ് എന്നുള്ളത്. നൗ പീപ്പിൾ ഹു ആർ ഗോയിങ് ഫോർ എ ജോബ് പർപ്പസ് അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു പേടി അല്ലെങ്കിൽ ഒരു നെർവസ്നെസ് ആണ് അവരുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസിനെ കുറിച്ചിട്ട്, എസ്പെഷ്യലി ലാംഗ്വേജിലുള്ള ഒരു അറിവിനെ കുറിച്ചിട്ട്. എത്രത്തോളം എനിക്ക് ലാംഗ്വേജിൽ നോളജ് ഉണ്ട്, എത്രത്തോളം എന്നെക്കൊണ്ട് കഴിയും ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് എന്നുള്ളത്. Now this is where Skillbus plays a role in your life. Skillbus എന്ന് പറഞ്ഞാൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ടു ഹെൽപ്പ് യു ടു ഗെറ്റ് acquainted with the language, to guide you to speak confidently and to make you more passionate in the language. Now we use a lot of social media tools, especially WhatsApp, for training you. So classes are very much personalized according to your aptitude, your level of knowledge. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എങ്ങനെ ഇപ്പോൾ ഇത് എൻ്റെ ലെവൽ ഓഫ് നോളജ് ഒക്കെ എങ്ങനെ അറിയാൻ കഴിയുക, എനിക്ക് തന്നെ അറിയില്ല, സോ ഹൗ കെൻ ദേ നോ എന്നുള്ളതൊക്കെ അല്ലേ. സോ ദിസ് ഈസ് വെയർ വി ബ്രിങ് ഇൻ 3 different categories. So first is beginner or basic, and then we have intermediate, and then we have advanced. So നമ്മൾ beginner എന്ന് പറയുമ്പോൾ that is for people who have zero knowledge or they have a very very less knowledge in the language. So we start from we start from page 1 for them. Intermediate is where you know a little bit of grammar and you know much of grammar and you have a little bit of vocabulary also. But when it comes to speaking or when it comes to having a conversation, you do not know how to put the correct sentence. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെ സ്പീക്ക് ചെയ്യാം and how can you carry on with the conversation എന്നുള്ളതൊക്കെ ട്രെയിൻ ചെയ്യുന്നതാണ് intermediate. And advanced is where you know what to speak and you speak also, but then you need more fluency, you need to be a little bit more pro when it comes to speaking. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് advanced. Now how do we classify you? So initially we have an admission test. So this is not like some entrance exam പോലൊന്നും ഭയങ്കര എന്തോ ചോദ്യങ്ങളൊന്നുമില്ല. This is just to evaluate your knowledge so that we know where we can place you. ചില ആളുകളുണ്ടാവും, ദേ മൈറ്റ് ബി വെരി ഗുഡ് ഇൻ സ്പീക്കിംഗ്, പക്ഷെ അവർക്കൊരു കോൺഫിഡൻസ് ഇല്ല, സോ ദേ വിൽ ബി ലൈക്ക് ഐ വോണ്ട് ടു സ്റ്റാർട്ട് ഫ്രം ബിഗിനർ. അപ്പം ഈ ഒരു അഡ്മിഷൻ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വി വിൽ നോ ദാറ്റ് യു ആർ ക്വാളിഫൈഡ് ഫോർ അഡ്വാൻസ്ഡ്. യു ജസ്റ്റ് നീഡ് ടു ബിൽഡ് ഇൻ ദാറ്റ് കോൺഫിഡൻസ് എന്നുള്ളത്. സോ ദാറ്റ് ഇസ് വൈ വി ഹാവ് എൻ അഡ്മിഷൻ ടെസ്റ്റ്. Now talking about classes, this is not something that you can mug up. വെറുതെ ഒരു ബുക്ക് വായിച്ച് ബൈ ഹാർട്ട് ആക്കിയാൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെന്ന് ആരും പൂതി വെക്കണ്ട. ഇറ്റ് ഈസ് ഇംപോസിബിൾ. സോ വി ഹാവ് എ ഹോളിസ്റ്റിക് അപ്രോച്ച് വെൻ ഇറ്റ് കംസ് ടു ക്ലാസ്സസ്. സോ വി ഹാവ് ലൈക്ക് പ്രാക്ടിക്കൽ സെഷൻസ് ലൈക്ക് ടോക്കി ബസ് എന്ന് പറഞ്ഞാൽ യു വിൽ ബി ടോക്കിംഗ് വിത്ത് സമ്മൺ ഓൺ ദി ഫോൺ ഫോർ അബൌട്ട് ലൈക്ക് 20 minutes in English. So that will be like a daily routine conversation. Maybe എന്താ ചായ കുടിച്ചോ, എന്താ ഉച്ചക്കത്തെ ലഞ്ചിന് എന്താ പ്രിപ്പയർ ചെയ്തത്, ഇന്ന് ന്യൂസ് പേപ്പർ വായിച്ചിരുന്നോ, ഈ ന്യൂസിനെ കണ്ടിരുന്നോ, ലൈക്ക് ദിസ് ഡെയിലി റൂട്ടീൻ conversations in English you will be talking. So ഇത് നമ്മളിങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആക്കുമ്പോൾ you get to practice speaking. Practice is very important when it comes to speaking language. So it's not something that you can just mug up, but you need to keep on practicing. So we'll also be having like webinars and live sessions with our trainers who will conduct various classes, various activities for you, and then we have video sessions, audio sessions. So the classes are not just about worksheets and homeworks or just making you just giving you some text material and asking you to mug up on that and then preparing you for some sort of entrance exam again, but it is going to be very much holistic, as in you will be doing a lot of engaging activities, because language, be it any language, it cannot be by hearted like some theory or like some mathematic problem, but you need to keep on practicing and evolving on it, and it is something that is going to keep on growing in your life. Language, the way you speak as well as the way you get acquainted with the language.
So, we go for a very holistic approach when it comes to teaching you as well. Now, talking about our trainers are not just people who have some certificates from some universities or, like long years of experiences in different institutions or conducting a mini sessions. They are not just people like that. പക്ഷേ അവരുടെ യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ their love for the language, their passion for the language. നമുക്ക് ആ ലാംഗ്വേജിനോട് ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനോടൊരു justice പുലർത്താൻ കഴിയുള്ളൂ. So what, people who are going to train you are people who love and are passionate when it comes to English. So that you can be, like we can guarantee you that you're going to get one of the best experience when you engage and when you interact with your trainers, because they are not doing it just because they want you to learn it, but because they love the language so much. So guys, hope you've got a clear idea about what SkillBus is and what we do here. Now, for more information or if you have any queries, you can get in touch with us with the links given below. So until then, take care. Bye bye.